യു.എ അന്താരാഷ്ട്ര പ്രതിരോധ പ്രദർശനത്തിൽ യു.എ സായുധ സേന ഒപ്പുവെച്ചത് 2000 കോടിയിലധികം ദിർഹത്തിന്റെ ഉടമ്പടികളിലാണ്. ദേശീയ അന്തർദേശീയ കമ്പനികളുമായാണ് ഉടമ്പടികൾ. 18ഓളം ഉടമ്പടികൾ യു.എ കമ്പനികളുമായും 6 ഇടപാടുകൾ വിദേശ കമ്പനികളുമായാണ്. പ്രതിരോധ വാഹനങ്ങൾ, ഉപകരണങ്ങൾ, സേവനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു നീക്കം. ലെക്ലർക്ക് ടാങ്കുകളുടെ പരിപാലനത്തിനും അറ്റകുറ്റപ്പണികൾക്കുമായി ഡോളറും, ബെൽ 407 മൾട്ടി റോൾ ഹെലികോപ്റ്ററിനായി 22 കോടി ദിർഹവും, എയർ ഡിഫൻസ് കമാൻഡ് FBM 21 ഫ്യൂസുകൾക്കായി 9 കോടി ദിർഹം, കരസേനയുടെ വെടിമരുന്നുകൾക്ക് 4 കോടി ദിർഹം, വ്യോമസേനയുടെ MK-82, MK-81 ബോംബുകൾക്കായി 9 കോടി ദിർഹം, പ്രസിഡൻഷ്യൽ ഗാർഡ് കമാൻഡിനായി ഡ്രോൺ സംവിധാനങ്ങൾ, ലോഞ്ച് പാഡുകൾ, ഗ്രൗണ്ട് കൺട്രോൾ യൂണിറ്റുകൾ എന്നിവയ്ക്ക് വേണ്ടി 5 കോടി ദിർഹം, മിറാഷ് വിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനായി 11 കോടി ദിർഹം, അഗ്നിശമന സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ബ്ലാക്ക് ഹോക്ക് ക്രാഫ്റ്റിന് 5 കോടി ദിർഹം തുടങ്ങിയവയെല്ലാം ഉടമ്പടികളിൽ ഉൾപ്പെടുന്നു. 5 ദിവസം നീണ്ടുനിന്ന പ്രദർശനവും സമ്മേളനവും പ്രതിരോധ രംഗങ്ങളിലെ ഏറ്റവും പുതിയ സാങ്കേതികതകളാണ് ചർച്ച ചെയ്തത്. ആളില്ല യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ, മിസൈലുകൾ, ടാങ്കുകൾ, അഗ്നിശമന സംവിധാനങ്ങൾ, വിവിധതരം തോക്കുകൾ എന്നിവയെല്ലാം അവതരിപ്പിച്ചു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ വികസിപ്പിച്ച ഉപകരണങ്ങളും സംവിധാനങ്ങളും ആശയങ്ങളും കാണാനും വിലയുറപ്പിക്കാനുള്ള വേദിയായി ഇത്. 59 രാജ്യങ്ങളിൽ നിന്നുള്ള 900 പ്രദർശകർ ഭാഗമായിരിക്കുന്നു. ഇന്ത്യയുടെ അടക്കമുള്ള രാജ്യങ്ങളുടെ 35 അന്താരാഷ്ട്ര പവലിയനുകൾ ശ്രദ്ധയാകർഷിച്ചു. കർശന കോവിഡ് വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നടന്ന പ്രദർശനത്തിൽ 62,445 പേർ ഭാഗമായിരിക്കുന്നു. ഭരണാധികാരികൾ, നയതന്ത്ര വിദഗ്ധർ, സേനാ മേധാവികൾ, പ്രതിരോധ ഉപകരണ നിർമ്മാതാക്കൾ, നിക്ഷേപകർ എന്നിവയെല്ലാം പ്രദർശനത്തിനെത്തി. യു.എ കമ്പനികളുമായും വിദേശ കമ്പനികളുമായും സായുധ സേന നടത്തിയത് വലിയ ഇടപാടുകളാണെന്ന് ഔദ്യോഗിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അൽ ഹസാനി പറഞ്ഞു. ഇതിനു പുറമെയാണ് വിവിധ രാജ്യങ്ങൾ തമ്മിൽ നടന്ന ഇടപാടുകൾ. ഇതോടെ പ്രതിരോധ രംഗങ്ങളിൽ മിനിമേഖലയിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രദർശനവും സമ്മേളനവും മാറിയിരിക്കുകയാണ് ഐഡെക്സ്. ഓരോ വർഷവും പുതിയ രാജ്യങ്ങളെ കൂടി പങ്കാളിയാക്കുക വഴി വലിയ സാധ്യതകളാണ് ഇത് തുറന്നിടുന്നത്. മേഖലയിലെ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളും സഹകരണങ്ങളും സാങ്കേതിക പങ്കുവെക്കലുകളും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്ക് കൂടി ഐഡെക്സ് കരുത്തേകും. ഇസ്രായേൽ, വടക്കൻ മാസിഡോണിയ, ലക്സംബർഗ്, പോർച്ചുഗൽ, അസർബൈജാൻ എന്നീ രാജ്യങ്ങളാണ് പുതുതായി ഐഡെക്സിന്റെ ഭാഗമായത്. യു.എ വ്യോമാഭ്യാസ സംഘമായ അൽ ഫൊർസാന്റെ ചെറുവിമാനങ്ങളുമായുള്ള അഭ്യാസ പറക്കൽ സമാപന സമ്മേളനത്തിൽ വ്യത്യസ്തമായി. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.